എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. എ ബി സി എന്നിവ ജി പിയിലും എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി റേസ് ടു വൈ ഈക്വൽ ടു സി റേസ് ടു സെഡും ആയാൽ എക്സ് വൈ സെഡ് എന്നിവ ഏത് ശ്രേണിയിലാകും? ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എ ബി സി എന്നിവ ജി പിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതാം. ഇനി ഇവിടെ എന്താണ്? എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി റേസ് ടു വൈ ഈക്വൽ ടു സി റേസ് ടു സെഡ് ആണ് അല്ലേ. അപ്പൊ ഞാൻ ഈ എ റേസ് ടു എക്സിനെ കെ എന്ന് എടുത്തു. അപ്പൊ എന്ത് വരും? ലോഗ് എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ എന്ത് വരും? എക്സ് ലോഗ് എ ഈക്വൽ ടു ലോഗ് കെ. ലോഗ് കെന് പകരം ഞാൻ കെ എന്ന് തന്നെ എടുത്തു. അപ്പൊ എന്ത് വരും? എക്സ് ലോഗ് എ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ എന്ന് പറയണതിനെ എഴുതാൻ പറ്റും. അതായത് ലോഗ് എ ഈക്വൽ ടു കെ ബൈ എക്സ് എന്ന് എഴുതാം. അപ്പൊ എ ഈക്വൽ ടു എന്താവും? ഇ റേസ് ടു കെ ബൈ എക്സ്. ഇതേപോലെ തന്നെ ബിനെ എഴുതാം അല്ലെ. ബിയിലുള്ളതും എഴുതാം. എങ്ങനെയാണ്? ബി റേസ് ടു വൈ ഈക്വൽ ടു കെ. കാരണം എന്താണ്? എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി റേസ് ടു വൈ ആണ്. അപ്പൊ നമ്മൾ ഈ കെ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പൊ അവിടെ എന്ത് വരും? വൈ ലോഗ് എ ലോഗ് ബി ഈക്വൽ ടു കെ എന്ന് വരും. അപ്പോ ലോഗ് ബി ഈക്വൽ ടു കെ ബൈ വൈ എന്ന് വരും. അപ്പൊ എന്താണ്? ബി ഈക്വൽ ടു ഇ റേസ് ടു കെ ബൈ വൈ. സി ആവുമ്പോ എന്ത് വരും? ഇ റേസ് ടു കെ ബൈ സെഡ് അല്ലേ. ഇനി എന്താണ്? നമ്മൾ ജി പിയിലാണ് എ ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്നുള്ളതിനെ ഇവിടെ എന്ത് എഴുതാം? ബി സ്ക്വയറിന് പകരം ഇ റേസ് ടു കെ ബൈ വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ എന്താണ്? ഇ റേസ് ടു കെ ബൈ എക്സ് ഇൻറ്റു ഇ റേസ് ടു കെ ബൈ സെഡ്. ഇത് എന്ത് ഫോം ആണ്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ അല്ലെ. കെ ബൈ എക്സ് പ്ലസ് കെ ബൈ സെഡ്. ഇവിടെ എന്ത് വരും? എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പൊ 2 ഇൻറ്റു കെ ബൈ വൈ. അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാം? ഇത് ഇക്വേറ്റ് ചെയ്യാം. ഇ റേസ് ടു ആണ് രണ്ട് ഭാഗത്തും അല്ലെ. അപ്പൊ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 2 കെ ബൈ വൈ ഈക്വൽ ടു കെ ബൈ എക്സ് പ്ലസ് കെ ബൈ സെഡ്. എല്ലാത്തിലും കെ ഉണ്ട്. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. ഈ കെനെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്താവും? 1 ബൈ എക്സ് പ്ലസ് 1 ബൈ സെഡ്. അപ്പൊ ഈ കെയും വെട്ടിക്കളഞ്ഞ 2 ബൈ വൈ ഈക്വൽ ടു 1 ബൈ എക്സ് പ്ലസ് 1 ബൈ സെഡ്. അപ്പൊ നമുക്ക് y കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ എന്ത് എഴുതാൻ പറ്റും? z പ്ലസ് എക്സ് ബൈ എക്സ് സെഡ് അല്ലെ. 2 ബൈ വൈ ഈക്വൽ ടു. അപ്പൊ ഇവിടുന്ന് നമുക്ക് y ഈക്വൽ ടു എഴുതാൻ പറ്റില്ലേ? എങ്ങനെയാണ്? 2 ഇൻറ്റു എക്സ് സെഡ്, 2 എക്സ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സെഡ്. ഇത് എന്തിന്റെ ഫോമാണ്? y ഈക്വൽ ടു 2xz ബൈ എക്സ് പ്ലസ് സെഡ്. എക്സ് വൈ സെഡ് എന്നിവ ഒരു ശ്രേണിയിലാണ് വെച്ചെങ്കിൽ ഇതിനെ എച്ച് പിയിലാണ് എന്ന് പറയാം. അപ്പൊ എന്താണ്? എ ബി സി എന്നിവ ഒരു ശ്രേണിയിലാണെങ്കിൽ ബി ഈക്വൽ ടു 2ac ബൈ എ പ്ലസ് സി. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? അതൊരു എച്ച് പിയിലാണ് എന്ന് പറയാൻ പറ്റുക. അപ്പൊ ഇത് എക്സ് വൈ സെഡ് എന്നുള്ളതിന്റെ കേസിൽ y ഈക്വൽ ടു 2xz ബൈ എക്സ് പ്ലസ് സെഡ്. ഇത് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇത് എച്ച് പിയിലാണ് എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ജി പിയിലെ 10ാം പദം 9ഉം 4ാം പദം 4ഉം ആയാൽ 7ാം പദം എത്ര? ജി പിയുടെ nth ടേം കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? എ ആർ റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പൊ നമുക്ക് 10ാം പദം എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? എ ആർ റേസ് ടു 9 ഈക്വൽ ടു 9 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ആർ റേസ് ടു 4 എന്ന് 4ാം പദം എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 3. എ ആർ ക്യൂബ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമുക്ക് 7ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. എ ആർ റേസ് ടു 6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി എങ്ങനെയാണ്? ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എ ടേം പോവും അല്ലെ. അപ്പൊ ആർ റേസ് ടു
6 എന്ന് പറയുന്നത് എന്താന്ന് പറയാം? 9/4 എന്ന് എഴുതാം. അപ്പൊ ആർ ക്യൂബ് ഹോൾ സ്ക്വയർ അല്ലേ r⁻6. അപ്പൊ ഇതിനെ എന്താ എഴുതാം? 3/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ആർ ക്യൂബ് എന്തായിട്ട് വരും? ആർ ക്യൂബ് ഈക്വൽ ടു 3/2. ഇനി നമുക്ക് ആർ ക്യൂബ് 3/2 ആണ് വെച്ചെങ്കിൽ ഇവിടുന്ന് എ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എ ഇൻറ്റു 3/2 ഈക്വൽ ടു 4. അപ്പൊ എ ഈക്വൽ ടു എന്ത് വരും? 4 ഇൻറ്റു 2/3 8/3. അപ്പൊ ഇനി നമുക്ക് എത്രാം പദം കണ്ടുപിടിക്കാം? സെവൻത്ത് ടേം ar⁻6 കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? എ എത്രയാണ്? 8/3 ഇൻറ്റു r⁻6 ഇവിടെ പറഞ്ഞിട്ടുണ്ട് 9/4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2. ഇവിടെ എന്താണ്? 3. 2 ഇൻറ്റു 3 6 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. x by 1 minus xy, x by 1 plus xy എന്നിവയുടെ ഹാർമോണിക് മീൻ എന്തായിരിക്കും? ഇതെന്താ? എങ്ങനെയാണ്? എയും ബിയും ഹാർമോണിക് മീനിലാവണമെങ്കിൽ എന്ത് വേണം? ഹാർമോണിക് മീൻ ഈക്വൽ ടു 2ab/a+b ആയിരിക്കണം അല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഹാർമോണിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ രണ്ട് ടേമിന്റെ ഹാർമോണിക് മീൻ ഈക്വൽ ടു 2 ഇൻറ്റു എ ബി എങ്ങനെയാണ് വരിക? x/1 മൈനസ് xy ഇൻറ്റു x/1 പ്ലസ് xy ഡിവൈഡഡ് ബൈ a+b അല്ലെ. x/1 മൈനസ് xy പ്ലസ് 1/x/1 പ്ലസ് xy. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ LCM എടുക്കുമ്പോൾ 1 മൈനസ് xy ഇൻറ്റു 1 പ്ലസ് xy വരും. അപ്പൊ ഇതും കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് വരും? 2x² ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരിക? x ഇൻറ്റു 1 പ്ലസ് xy അല്ലെ. x ഇൻറ്റു 1 പ്ലസ് xy പ്ലസ് x ഇൻറ്റു 1 മൈനസ് xy. അപ്പൊ നമുക്ക് എന്ത് വരും? ഈ എക്സിനെ നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ ഒരു എക്സുമായിട്ട്? അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. 1 പ്ലസ് xy പ്ലസ് 1 മൈനസ് xy എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 2 മാത്രമേ വരുള്ളൂ അല്ലെ. 2x/2 അത് എത്രയാണ് വരിക? എക്സ് എന്നുള്ളതാണ് ആൻസർ. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 4 9 16 എക്സിട്ര 100 എന്നിവയുടെ തുക എത്ര? ഇത് എങ്ങനെയുള്ള ടേം ആണ് നോക്കൂ. 1 സ്ക്വയർ ആണ്, 2 സ്ക്വയർ ആണ്, 3 സ്ക്വയർ ആണ്. അങ്ങനെ സ്ക്വയറുകളുടെ സമ്മാണ് അല്ലെ. ഏതുവരെ? 10 സ്ക്വയർ വരെ 10 ടേം ഉള്ളത്. അപ്പൊ ഇതിന്റെ സമ്മ എങ്ങനെയാണ് കാണുക? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 അല്ലേ. അപ്പൊ എന്നിന് എന്താ നൽകണം? 10 ആണ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ 10 ഇൻറ്റു 11 ഇൻറ്റു 21 അല്ലെ. 20 പ്ലസ് 1 21 ബൈ 6. അപ്പൊ ഇവിടെ 7 3s are 21. ഇവിടെ എന്ത് വരും? 5 വരും. അപ്പൊ എന്ത് വരും? 35 ഇൻറ്റു 11. അപ്പൊ എന്താണ് വരിക? 385 അല്ലെ. 35 ഇൻറ്റു 11 വേഗത്തിൽ ചെയ്യാൻ എന്താ ചെയ്യുക? 3 എഴുതുക, 5 എഴുതുക, ഇത് രണ്ടും കൂടി കൂട്ടി ഇവിടെ എഴുതുക. ഇവിടെ രണ്ടാമത്തെ ഒരു സ്ഥാനം വരണ്ട വെച്ചെങ്കിൽ ആ ഒരു സ്ഥാനം ഇതിന്റെ കൂടെ കൂട്ടണം കേട്ടോ. 385 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്ന് 4 5 എക്സിട്ര 10 എന്നീ വശങ്ങളുള്ള
സമചതുരങ്ങളുടെ വിസ്തീർണങ്ങളുടെ തുക എന്തായിരിക്കും? വിസ്തീർണങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ വിസ്തീർണം എങ്ങനെ കാണുക? വശം ഇൻറ്റു വശമാണ് സമചതുരത്തിന്റെ, അല്ലെ? അപ്പൊ 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ എക്സിട്ര 10 സ്ക്വയറിന്റെ ഇങ്ങനെയുള്ളതിന്റെ സമ്മാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ആദ്യം നമുക്ക് 1 സ്ക്വയർ തൊട്ട് 10 സ്ക്വയർ വരെയുള്ളതിന്റെ സമ്മ് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് എത്ര ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത് കിട്ടില്ലേ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നോക്കൂ, ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത കാരണം ഞാൻ ഇത് ചെയ്യണില്ല. 1 സ്ക്വയർ തൊട്ട് 10 സ്ക്വയർ വരെയുള്ളതിന്റെ 385 എന്ന് നമുക്ക് കിട്ടി, അല്ലെ? എങ്ങനെയാണ് കിട്ടിയത്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. അതിൽ n-ന് 10 കൊടുത്തു. അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. മൈനസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പൊ എത്രയാണ് ആൻസർ? 380 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/2 പ്ലസ് 1/3 പ്ലസ് 1/6 എന്നിങ്ങനെ 9 പദങ്ങളുടെ തുക. ഇതെന്താണെന്ന് നോക്കൂ. a 1/2 ആണ്. d ആണോ വരിക? d 1/3 മൈനസ് 1/2 എന്ന് പറയുമ്പോ എന്ത് വരും നോക്കൂ? 2 മൈനസ് 3 മൈനസ് 1/6 വരും, അല്ലെ? ഇത് തന്നെയാണോ 1/6 മൈനസ് 1/3 എന്ന് നോക്കണം. അപ്പോഴല്ലേ നമുക്ക് അത് AP ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1/6 മൈനസ് 1/3 എത്രയാണെന്ന് നോക്കൂ. 1/3. അപ്പൊ 2 മൈനസ് 1/6 തന്നെ വരും. അപ്പൊ ഇതൊരു AP ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 9 പദങ്ങളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? SN nth ടേമിന്റെ തുക കാണാനുള്ള വാക്യം SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d, അല്ലെ? അങ്ങനെ 9 പദങ്ങളാണ് പറഞ്ഞേക്കണേ. അപ്പൊ n-ന് 9 കൊടുക്കുക. 9/2 ഇൻറ്റു 2 ഇൻറ്റു 1/2. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 മൈനസ് 1 8 ഇൻറ്റു d മൈനസ് 1/6. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 9/2 ഇൻറ്റു 1 അല്ലേ ഇവിടെ? അപ്പൊ 1 മൈനസ് 8/6 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 8/6, അല്ലേ? അപ്പൊ എന്ത് വരും? 9/2 ഇൻറ്റു മൈനസ് 2/6. 2 3s are 6. ഇവിടെ എന്താണ് വരിക? 3 3s are 9. അപ്പൊ ഏതാണ് ആൻസർ വരിക? മൈനസ് 3/2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.